ടീച്ചറെ ആ ടീച്ചർ എപ്പോഴാണ് നാട്ടിൽ പോണെന്ന് പറഞ്ഞത്? ഞാന് ഇന്നോ നാളെയായിട്ട് പോവും. ഇന്ന് നാളായിട്ട് പോവാ. ആ അത് ശരി. പോയിട്ട് കുറെ ദിവസം എടുക്കുമായിരിക്കുമല്ലോ തിരിച്ചു വരാൻ? പോയിട്ട് അല്ല, അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങ് വരും. ആണോ? ആ എന്നാലും പോകുന്നതിന് മുന്നേ ഒന്ന് കാണാൻ പറ്റുമോ? അതിന് മുമ്പ് ഇന്ന് വരാൻ പറ്റുമെങ്കിൽ വാ, അല്ലാണ്ട് ഇന്ന് വരാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കുറച്ച് ദൂരെയാണ് ഉള്ളത്. പക്ഷെ അതല്ല, ടീച്ചർ ഇനിയിപ്പം നാട്ടിൽ പോയി കുറച്ച് ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം. കാരണം ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ടല്ലേ പോണത്. അതുകൊണ്ട് ഞാൻ പോന്നത്. പക്ഷെങ്കില് ഉം. ഉം. അത്ര ലേറ്റ് ആവൊന്നുമില്ല, ഞാൻ തിരിച്ച് വേഗം വരും. പക്ഷേ അതെന്താ, പുള്ളിക്കാരൻ അങ്ങനെ എത്ര 1.5 വർഷം 2 വർഷത്തിലായ പോയിട്ട് വരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ഇതൊക്കെ വേണ്ടി വരൂലേ? എന്ന് പറഞ്ഞാല് 2 വർഷമായി. നമ്മള് പിന്നെ അത്ര വലിയ ഇതിലൊന്നും അല്ല. എന്താ ഉം. അല്ല, അത് ടീച്ചർ ഇപ്പം പറയുന്നല്ലേ. പോയി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ഇതിലല്ലേ പോയിട്ട് വന്നിന്, അതൊന്ന് പറഞ്ഞ. പിന്നെ 2 വർഷത്തെ ഒരു എന്താ പറയാ, 2 വർഷത്തെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവൂലേ, അതെല്ലാം ഏറ്റു വാങ്ങണ്ടേ? അങ്ങനെ വെള്ളച്ചാട്ടം വരാൻ ഉം. മാത്രമൊന്നുമില്ല കേട്ടാ. അതെന്ത്? ഉം. അതെന്താ? അല്ല, അത്ര വലിയ നമ്മള് ഇതുള്ള കൂട്ടത്തിലൊന്നും അല്ല. അതൊക്കെ വെറുതെ, അതൊക്കെ ടീച്ചർ വെറുതെ പറയുന്നേ. അതൊക്കെ എൻ്റെ അടുത്ത് ശരിക്കും വെറുതെ അല്ലാന്ന്. അതൊക്കെ ടീച്ചർ എൻ്റെ അടുത്ത് വെറുതെ പറയുന്നതല്ലേ. അതുകൊണ്ടൊന്നുമില്ല, ഞാൻ ശരിക്കും ഉള്ളത് പറഞ്ഞതാണ്. ടീച്ചർ ഹസ്ബൻഡിനോട് നല്ല ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ട്. അതല്ലേ വരുന്ന പറയുമ്പോൾ തന്നെ ഇവിടുന്ന് ലീവ് എടുത്തിട്ട് ഓടുന്നത്. അല്ല, ലീവ് എടുത്തിട്ട് ഇപ്പം പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ദൂരൊക്കെ വരുന്നതല്ലേ. മനസ്സിലായി. നമ്മള് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് കൊറേ സമയം ആലോചിക്കണം, അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെയാണോ ഞാൻ ഇതുവരെ? അല്ല, എന്നാലും ഇന്ന് പറ്റില്ല നാളെ പറ്റില്ല എന്നൊക്കെ പറയുന്നതാണല്ലോ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമുക്കൊന്ന് കൂടാൻ പറ്റുമോ? ചിലപ്പോൾ ടീച്ചർ നാളെ പോയാലോ? ഇന്ന് കൂടാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അല്ലേ, പറ്റാണെന്താ, എന്റെ റൂമിലേക്ക് വന്നാ മതി. എന്താ, നോക്കാം. ഇനിയിപ്പോ ടീച്ചർ പോയി കഴിഞ്ഞാല് ഹസ്ബൻഡ് വന്ന് ഇനി അതിന്റെ ക്ഷീണം, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ഇങ്ങനെ ഒഴിഞ്ഞു മാറൂലേ? അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഇതൊന്നുമല്ല. അത്ര അല്ല, വലിയ എന്നോട്. ക്ഷീണം ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ. ഞാൻ സത്യമായിട്ടും പറയുന്നതാ. അതെന്താ, ടീച്ചർ ഇഷ്ടല്ലേ? അയാൾക്ക് ടീച്ചർ ഇഷ്ടല്ലേ? അയാൾക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ പിന്നെ ഞാനത്ര ഇഷ്ടമല്ല. എനിക്കത്ര അങ്ങോട്ട് വലിയ അടുപ്പമൊന്നുമില്ല. അതെന്താ ടീച്ചറെ, എന്താണ് കാണാൻ അത്ര പോലെ? ഞാൻ ഇതുവരെ ഫോട്ടോസ് ഒന്നും ടീച്ചർ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. കാണാൻ മോശമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ അയാളുടെ സ്വഭാവം അത്ര പോരാ. അതെന്താ, സംഗതി ഒന്നും അറിയില്ലേ? എല്ലാം അറിയൂ, പക്ഷെ സ്വഭാവം അതില് മാത്രത്തില്ലല്ലോ. സ്വഭാവം എന്താ അത്ര മോശം? സ്വഭാവം എന്താ അത്ര മോശം? എന്താണ്? അല്ല, സ്വഭാവം മോശമെന്ന് പറഞ്ഞാല് അങ്ങനെ മോശമല്ല, എന്നോടുള്ള പെരുമാറ്റം അത്ര. എന്നിട്ട് ടീച്ചറല്ലേ പറഞ്ഞു, ടീച്ചറെ പഠിപ്പിച്ചിട്ട് ടീച്ചർ ആക്കിയെല്ലാം പുള്ളിയാന്ന്, ഹസ്ബൻഡാന്ന്. അങ്ങനെ ടീച്ചർ പറഞ്ഞു. അങ്ങനെയുണ്ട്. അത് പിന്നെന്താ ഇതിന് മാത്രം ടീച്ചർക്കൊരു എന്താണ് ഗൾഫിൽ എന്താ ജോലി? ടീച്ചർ മുമ്പ് പറഞ്ഞ എന്തോ മറ്റേ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് എന്നൊക്കെയാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും അതന്നെയാണ്. ഇപ്പൊ തന്നെ അതുകൊണ്ടാണ് ടീച്ചർക്ക് മടുപ്പ്. അതാണോ ചോദിച്ചാല് കുറച്ച് അതും ഉണ്ട്. അപ്പൊ നാട്ടിൽ വന്ന് എങ്ങനെ ഉണ്ടാവും? ആള് നല്ല ടിപ് ടോപ്പ് ആയിട്ട് ഉണ്ടാവല്ലോ. അങ്ങനൊന്നും നടക്കാൻ അറിയില്ല. അതെല്ലാം തന്നെയാണ് ടീച്ചറുടെ പ്രശ്നമല്ലേ. വലിയ ടിപ് ടോപ്പിലൊന്നും അല്ല, പിന്നെ കുറച്ച് ഞാൻ വിചാരിച്ച പോലെയല്ല.
പിന്നെ ടീച്ചർ ഒരു കാര്യം ചെയ്യും, ഞാനിവിടെ ഫ്രീ ആയിട്ട് നിൽക്കല്ലേ, ഉം. എന്താ അതങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചാലോ? ഒരുമിച്ച് ജീവിക്കാൻ എങ്ങനെ പറ്റും? ഓ പിന്നെന്താ, അത് അത് വേറെ ജില്ല, ഇത് വേറെ ജില്ല. ഇതിവിടെ നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ. ഇവിടെ ഒരു നല്ലൊരു വാടക വീട് എടുത്താൽ പറ്റും. നമ്മൾ എന്തായാലും 2 റൂമിൽ വാടക കൊടുക്കുന്നുണ്ട്. അല്ല രണ്ടും അങ്ങനെ കൂടി അങ്ങ് ഒരുമിപ്പിച്ചാൽ പോരെ. പെട്ടെന്ന് പറയുമ്പോ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുവാന്നെല്ലാം പറയുമ്പോ ഓ ഇനിയിപ്പോ ഒഴിവാക്കിയിട്ടില്ലെങ്കിലും ഞാൻ മുമ്പേ പറയുന്നില്ലേ, നമ്മൾ ഈ ഇടക്കിടക്കുള്ള ഈ കൂടിക്കാഴ്ച ഒഴിവാക്കിയിട്ട് ഇവിടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് താമസിച്ചാൽ പോരെ. ഇതൊക്കെ ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? ഇവിടെ കോളേജിൽ ആരും കാണാൻ തന്നാൽ മതി. ഇത് എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ത് കാര്യം? ദിവസമാകാനാണോ പറയുന്നത്? പിന്നല്ലാതെ എനിക്കാണെങ്കിൽ ഇതിന് ഭയങ്കര താല്പര്യമാണ്. ടീച്ചർ നിന്നെ തന്നെ പിടിച്ചത്. ഏ അതല്ലേ നിങ്ങളെ തന്നെ ഞാൻ പിടിച്ചത്. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പം പേടിച്ചോണ്ടല്ലേ ടീച്ചർ എന്റെ അടുത്ത് വരുമോ ഞാൻ അങ്ങോട്ട് വരിക ചെയ്യുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടി ധൈര്യമായിട്ട് ഒരുമിച്ച് താമസിക്കാനൊക്കെ ഉള്ളൊരു അതായത് ഒരു ഫ്രീഡം കിട്ടണ്ടേ, അതിനു വേണ്ടി ഞാൻ പറയുന്നത്. ടീച്ചർക്ക് തീരെ താല്പര്യമില്ലേ പിന്നെ അങ്ങനെ ഒരാളെപ്പോഴും അങ്ങനെ കടിച്ചു തോന്നി ജീവിക്കണോ? ഞാന് ഒരു സമയം അങ്ങനെ വിചാരിച്ചതാണ്. പിന്നെന്താ പിന്നെന്താ അങ്ങനെ വേണോ എന്റെ മനസ്സിലുണ്ട്. വേണ്ടാതെ പിന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ കടിച്ചു തോന്നി കൊണ്ടു നടക്കേണ്ട കാര്യം എന്താ? അതെ, ഇതാ നിങ്ങളുടെ നല്ല സെറ്റപ്പ്, നല്ല ടിപ് ടോപ്പ് നടത്തും ഇതുവെല്ലാം കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. നേരാണെങ്കിൽ ഒരു എന്താ പറയണ്ടേ, അത് മനസ്സിലായി. അത് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒന്ന് മാറ്റി ചിന്തിച്ചുകൂടെയാണ്. വെറുതെ ഒരു ഇതിങ്ങനെ കൊണ്ട് കളയണ്ടല്ലോ. നമ്മളാകുമ്പോ ഒരുമിച്ച് തന്നെ ഇവിടെ ഉണ്ടാവും. മാറ്റി ചിന്തിക്കേണ്ട സമയമായി എനക്കും തോന്നി. പിന്നെന്തിനാ ഇത്ര തുടക്കത്തില് നാട്ടിലേക്ക് ഓടുന്നു? വേറെ ആവശ്യമൊന്നുമില്ലെങ്കിൽ. അല്ല അങ്ങനെ പോകാണ്ടിരുന്നാല് അവരെ ബന്ധുക്കള് നാട്ടുകാരില്ലേ, അവരൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണോ? കുറച്ച് കാണിക്കണം. അല്ല ഞാൻ ചോദിക്കുന്നു, ആശാൻ എങ്ങനെ വന്നാല് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇടപെടുവോ? വന്നാല് അധിക സമയം ഫോണില് എന്നോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും വലിയ ഒരു ഇതില്ലാതെ കൂട്ടത്തില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ചോദിച്ചേ, നമ്മളെ ഇപ്പൊ അതായത് ഈ കളിയിലൊക്കെ എങ്ങനെ ആശാൻ താല്പര്യക്കുറവുണ്ടോ അല്ലെങ്കിൽ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണോ? കളിയില് ഇല്ല, അത്ര താല്പര്യമില്ല, ഇല്ലാണ്ടുമില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ടീച്ചറെ പോലെയൊക്കെ ഒരാളെ കൈ കിട്ടിയാല് ഞാൻ നോക്കി ഇവരുണ്ട്. അത് തന്നെയാണ് എനക്കും അറിയാത്തത്. ഈ അറിയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാ പിന്നെ ഇങ്ങോട്ട് വരുവാ. അല്ലാണ്ട് ആവശ്യമില്ലാത്ത എന്തിനാ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ പോകാണ്ടിരിക്കാൻ പറ്റില്ല, പോകണം. പിന്നെ ആളെ ബോധ്യപ്പെടുത്തണ്ടേ? ആളെ ബോധ്യപ്പെടുത്തിക്കോ. അധികകാലം നിൽക്കൂല. ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുമോ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല, അതുപോലെ ഇങ്ങോട്ടൊക്കെ വരുമോ കൂട്ടിയിട്ട്? ഇല്ല, ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കട്ടയും പടം മുടങ്ങുപോയി. ഇല്ല അങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരും തോന്നുന്നില്ല. അല്ല ഇനിയിപ്പം പുള്ളിക്കാരൻ നാട്ടിലുണ്ടാവും, നിങ്ങള് ആഴ്ചക്ക് പോകേണ്ടി വരില്ലേ ഇവിടുന്ന്? അതൊന്നും ഞാൻ പോകില്ല. ഞാനിങ്ങനെ ജോലി അങ്ങനെ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? കുറച്ച് തിരക്കാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറും. പിന്നെ എപ്പോഴെങ്കിലും അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാൻ മതി. അങ്ങോട്ട് വരണോ അല്ല ടീച്ചറെ എന്റെ റൂമിലോട്ടേക്ക് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം. അതായിരിക്കും കുറച്ചും കൂടി എനിക്കും നല്ലത്. പിന്നെ ഞാൻ 1-2 ഫ്രണ്ട്സൊക്കെ വരാണ്, ഞാൻ അവരെയൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് നാളെയാണോ മറ്റന്നാളാണോ പോകുന്നത്? ഞാന് നാളെ പോവും. എന്നാ ബാക്കി നമുക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാം. എന്താ?
ഓക്കെ. ഞാൻ ഇപ്പൊ എത്രയായി, 2 ആഴ്ചയായി തമ്മിൽ ഒന്നുമില്ലാതെ. പിന്നെ അങ്ങനെ അങ്ങനെ ഇനിയിപ്പം പോയിട്ട് ടീച്ചർ എന്തായാലും എത്ര ആഴ്ച കഴിഞ്ഞിട്ട് വരുക? അതുവരെ കെട്ടിമുട്ടി നിൽക്കണ്ടേ? ഇല്ല ഇല്ല, നമ്മ ഞാൻ അങ്ങനെ ഉം. 2-3 ആഴ്ചയൊന്നും ഞാൻ നിക്കൂല. ഓക്കെ. എന്നാ വൈകിട്ട് കാണാം. ആ